പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ ഈശോയായി സ്നേഹമുള്ള സഹോദരി. സഭയില് 3 കൂദാശകൾ, പ്രവേശ കൂദാശകൾ എന്നാണ് പറയുക. സാക്രമെന്റ്സ് ഓഫ് ഇനീഷ്യേഷൻ, ആ കൂദാശകൾ വിശുദ്ധ കുർബാന, മാമോദിസ, വിശുദ്ധ കുർബാന, സ്ഥൈര്യലാവൻ എന്ന കൂദാശകളാണ്. അത് ഒന്നിച്ചാണ് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് പരിഗണനം ചെയ്യുന്നത്. എന്നാൽ ആഘോഷമായിട്ടുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, മറ്റത് ശിശുവായിരിക്കുമ്പോഴാണ് മാമോദിസ സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചറിവിന്റെ പ്രായം 9-10 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വേദപാഠത്തിന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ആദ്യ കുർബാന ക്ലാസ്സായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മുടെ സഭയിൽ. അതനുസരിച്ച് 4ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ദിവ്യകാരുണ്യം ആദ്യ കുർബാന സ്വീകരണം നടത്തണം, ഉപസാരിക്കണം എന്നുള്ളത് നിയമമാക്കിയിരിക്കുകയാണ്. 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളെല്ലാവരും അവർ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കേണ്ടവരാണ്. വിശുദ്ധ കുർബാനയിലെ പൂർണ്ണമായ ഭാഗഭാഗിത്വം നടക്കുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ്. പങ്കെടുക്കൽ പൂർത്തീകരിക്കപ്പെടുന്നത് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ്. ഇന്ന് മനോഹരമായ കുപ്പായങ്ങളോടുകൂടി, വസ്ത്രങ്ങളോടുകൂടി മാലാഖ കുഞ്ഞുങ്ങളെ പോലെ തങ്ങളുടെ ജീവിതത്തിൻ്റെ നൈർമല്യം എടുത്തു കാണിച്ചുകൊണ്ട് മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും അകമ്പടിയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു അകമ്പടി വരുന്നത് ജീവിതാന്തസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഒരു വിവാഹ ജീവിതത്തിലോ സമർപ്പിത ജീവിതത്തിലോ പൗരോഹിത്യത്തിലോ ഒക്കെ പ്രവേശിക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെയൊരു ആഘോഷത്തിൽ സംഭവിക്കുന്നത്, സംബന്ധിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത് തങ്ങളുടെ കുട്ടികളെ തങ്ങളുടെ ജീവിതകാലം മുഴുവനും മനോഹരമായ ഒരു അനുസ്മരണമാണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച മനോഹരമായ ദിനത്തെപ്പറ്റി മനോഹരമായ സ്മരണകൾ അയവിറക്കുന്നവരാണ്. ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി ജനറൽ അരൂപ്പെ, അദ്ദേഹം നിര്യാതനായിട്ട് കുറെ വർഷങ്ങളായി. അദ്ദേഹം ജെസ്യൂട്ട് ജനറലായിരുന്നു, ഈശോ സഭയുടെ ജനറൽ. ദിവംഗതനായ മാർപ്പാപ്പ ഈശോ സഭയിലെ അംഗമായിരുന്നു. അതുപോലെ അരൂപ്പെ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചേർന്നു, സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ്. മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ വർഷമാണ് അരൂപ്പയുടെ അപ്പൻ മരിച്ചത്. അതുകൊണ്ട് അമ്മയും മക്കളും എല്ലാം കൂടി ഒന്നിച്ച് ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നടത്താനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് തീർത്ഥാടനമുണ്ട്. മെഴുതിരികളുമായിട്ട് ആളുകൾ ലൈനായിട്ട് പോകുന്ന തീർത്ഥാടനം രാത്രി 8-9 മണിയാകുമ്പോഴാണ് നടക്കുക. കഴിഞ്ഞ വർഷം 2 സ്ഥലത്തെയും ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ സംബന്ധിച്ചിരുന്നു. അവിടെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ആ അവസരത്തിൽ ദീപങ്ങളുമായിട്ട് തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ കടന്നു വന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് അതിലെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. ഈ ലൂർദിൽ ഇങ്ങനെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുമ്പോൾ രോഗികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാറുണ്ട്. ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, രോഗശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള രോഗികളെ സഹായിക്കുക, ഉന്തുവണ്ടിയിലാണെങ്കിൽ അവരെ ഉന്തിക്കൊണ്ട് നടക്കുക, സഹായിക്കുക, ശുശ്രൂഷ ചെയ്യുക എന്നൊരു ദൗത്യമായിട്ട് നേർച്ചയായിട്ടെടുത്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അരൂപ്പെ ഒരു നടക്കാൻ കഴിയാത്ത ഒരു രോഗിയെ ശുശ്രൂഷിക്കൽ ഏറ്റെടുത്തു. അങ്ങനെ ദിവ്യകാരുണ്യ പ്രദർശനം മുമ്പോട്ട് പോയപ്പോൾ അരൂപ്പയെ സഹായിച്ചിരുന്ന ആ രോഗി ഇയാൾ പെട്ടെന്ന് ചാടിയെടുത്തിട്ട് അയാൾക്ക് പെട്ടെന്നൊരു ചൈതന്യം കടന്നു വന്നു. തളർവാദം പിടിപെട്ടല് നടക്കാൻ കഴിയാതിരുന്ന മനുഷ്യൻ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നടന്ന ആ സംഭവത്തിന് അരൂപ്പയെ സാക്ഷിയായി.
ഈ സംഭവമാണ് പിന്നീട് അരൂപയുടെ സെമിനാരി ജീവിതത്തിന് തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ പഠനത്തിന് പോയെങ്കിൽ അദ്ദേഹം പിന്നീട് അടുത്ത വർഷം തിരിച്ചു വന്ന് സെമിനാരിയിൽ ഈശോസഭയിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥിയായി. പിന്നീട് നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മിഷണറിയായി. മിഷണറിയായ അവസരത്തിലൊരു സംഭവം വിവരിക്കുന്നുണ്ട്. മിഷണറിയായ അവസരത്തിൽ അദ്ദേഹം വിവരിക്കുന്ന സംഭവം, അത് അദ്ദേഹം വന്ന് ജപ്പാനിൽ ശുശ്രൂഷ ചെയ്യുക. ജപ്പാനിൽ അണുബോംബ് വീണു. നിങ്ങൾക്കറിയാം, ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അണുബോംബ് വീണു. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു അണുബോംബ് വിപത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന അവസരമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും അണുബോംബുണ്ട്. യുദ്ധത്തിന്റെ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. നാഗസാക്കിയിൽ ബോംബ് വീണപ്പോൾ അരൂപ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അവസരമാണ്. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണു. ആളുകളിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അടുത്ത ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരായിട്ട് അകലങ്ങളിൽ നിന്ന് വന്നവരും പരിക്കേൽക്കാതിരുന്ന ആളുകളുമൊക്കെ അവിടെ പരിശോധന നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ തകർന്നു കിടന്ന കല്ലുകളുടെ ഇടയിൽ നിന്നും ഒരു ശബ്ദം, മനുഷ്യ ശബ്ദം കേട്ടു. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു. തലേ ദിവസം ബോംബ് വീണ് തകർന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി, നഗമുറ എന്ന അവളുടെ പേര്. അരൂപയെ വിശ്വാസത്തിലേക്ക് മാമോദിസ നൽകി സ്വീകരിച്ച ഒരു പെൺകുട്ടി. 1 വർഷം മുമ്പാണ് അവൾക്ക് മാമോദിസ നൽകിയത്. 10-15 വയസ്സുള്ള പെൺകുട്ടി. അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. പക്ഷെ അവൾ ആവശ്യപ്പെട്ടത് ദിവ്യകാരുണ്യമാണ്. അവസാനം മരിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ദിവ്യകാരുണ്യത്തിനാണ് തിരുപ്പാതയം എന്ന് പറയുന്നത്. അത് അരിപ്പയോട് ആവശ്യപ്പെട്ടത് ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം അവൾ ശാന്തമായിട്ട് മരണമടഞ്ഞു. അതാണ് രണ്ടാമത്തെ സംഭവം അരിപ്പയുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തെ പറ്റി പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 14 അധ്യായം 17 മുതൽ 20 വചനങ്ങളിൽ മെൽക്കിസെദെക്കിനെ പറ്റി പറയുന്നുണ്ട്. മെൽക്കിസെദെക്ക് ഏത് രാജ്യക്കാരനാണോ ഇവിടെ നിന്ന് വന്നെന്നോ അവിടെ നിന്നും പറയുന്നില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഷാലോമിന്റെ രാജാവ് എന്നാണ്. ഷലോം എന്ന് പറഞ്ഞാൽ സമാധാനം. ഇപ്പൊ സമാധാനത്തിന്റെ രാജാവായിട്ടാണ് മെൽക്കിസെദെക്ക് അറിയപ്പെടുന്നത്. മെൽക്കിസെദെക്കിനെ പറ്റി പറയുന്നത് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്നാണ് മെൽക്കിസെദെക്കിനെ പറ്റി പറയുന്നത്. അങ്ങനെ ശലോം രാജാവായിട്ടുള്ള അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്നാണ് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന മെൽക്കിസെദെക്ക്. ഈ മെൽക്കിസെദെക്ക് പൂർവ്വപിതാവായ അബ്രാഹത്തെ ആശീർവദിച്ചു പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. അപ്പം അപ്പവും വീഞ്ഞും ബലിയർപ്പിച്ചു. അത് മാത്രമല്ല, അബ്രാഹത്തെ ആശീർവദിക്കുകയാണ് മെൽക്കിസെദെക്ക്. അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മെൽക്കിസെദെക്ക് പൂർവ്വപിതാവായ അബ്രാഹമിനെ ആശീർവദിക്കുന്ന സംഭവം ഉൽപ്പത്തി 14-17 വചനങ്ങളിൽ പറയുന്നുണ്ട്. കൊറിന്തോസ്യർക്കുള്ള 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തില് 20 വചനം പറഞ്ഞിട്ട്, അപ്പമെടുത്ത് യേശു അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഏറ്റവും പുരാതനമായ വിവരണം ഈ 1 കൊരിന്ത്യർ 11:21 മുതലുള്ള വചനങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗങ്ങളിൽ 16-ാം അധ്യായം 51 വചനങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് ജീവന്റെ അപ്പം എന്നാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറയുകയാണ്.
ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് യേശുവിന്റെ ശരീരരക്തങ്ങൾ, തിരുശരീര രക്തങ്ങളാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യേശുവിനോട് അഗാധമായിട്ട് അനുരൂപപ്പെടുകയാണ്. ഈ കൂദാശ ഐക്യത്തിന്റെ അടയാളമാണ്. മുറിക്കപ്പെടുന്ന ഈ കൂദാശ, മുറിക്കപ്പെടുന്ന ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുന്ന എല്ലാവരും യേശുവിനുള്ള ഐക്യത്തിൽ ഒന്നായിട്ട് ജീവിക്കേണ്ടതാണ്. ഉപവിയുടെ ബന്ധം അത് കാണിക്കുന്നുണ്ട്. പെസഹ വിരുന്നാണ്, ഭാവി മഹത്വത്തിന്റെ അച്ചാരമാണ്. സഭാജീവിതത്തിന്റെ ഉറവിടവും അത്യുന്നത സ്ഥാനവുമാണ് ദിവ്യകാരുണ്യം. വിശുദ്ധ അംബ്രോസിനെ പറ്റി പറയുന്ന വിശുദ്ധ കുർബാന പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പൗത്രീകരിക്കപ്പെട്ടതാണ്. സഭാപിതാവും മിലാനിലെ മെത്രാനും വലിയ പണ്ഡിതനുമായിരുന്ന അംബ്രോസ് പറയുകയാണ്, വിശുദ്ധ കുർബാന പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പൗത്രീകരിക്കപ്പെട്ടതാണെന്നാണ് അംബ്രോസ് പറയുന്നത്. ദിവ്യകാരുണ്യ ഭക്തനായ ഒരു രക്തസാക്ഷിയാണ് ആർച്ച് ബിഷപ്പ് റൊമേരിയോ എൽ സൽവദോറിലെ മെത്രാപ്പൊലീത്ത. ഈ മെത്രാപ്പൊലീത്ത പാപങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഗവൺമെന്റ് ആണ്. അപ്പോഴിങ്ങനെ പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയുകയും ഭയമില്ലാതെ പെരുമാറുകയും ചെയ്തിരുന്ന ബിഷപ്പ്. അദ്ദേഹം പട്ടാള ഗവൺമെന്റ് നോട്ടപ്പുള്ളിയായിരുന്നു. അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ വെടിവെച്ചു വന്നു. അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വെടിയേറ്റ് രക്തം ചിന്തി. അങ്ങനെ നിര്യാതനായി അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക്, വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. വിശുദ്ധ ബർണാഡ് വിശുദ്ധ കുർബാനയെ പറ്റി സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ സ്നേഹത്തെ അതിലംഘിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം. സ്വർഗത്തിലും ഭൂമിയുമുള്ള എല്ലാ സ്നേഹത്തെ അതിലംഘിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തെ പറ്റി പറയുന്നത് സ്നേഹത്തിന്റെ കൂദാശ എന്നാണ് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താൽ ഒരു വിശുദ്ധ കുർബാനയുടെ വില ഉണ്ടാകയില്ല എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദ്യയുടെ മധ്യസ്ഥനായ വിയാനി പുണ്യവാൻ പറയുന്നത് എങ്ങനെയാണ്, ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താൽ ഒരു വിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിനുണ്ടാവുകയില്ല എന്ന് വിയാനി പുണ്യവാളെ പറയുന്നുണ്ട്. മദർ തെരേസ പറയുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ എൻ്റെ പാവപ്പെട്ടവരെ കാണുന്നു. മദർ തെരേസയ്ക്ക് പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആത്മീയമായ ചൈതന്യം ലഭിച്ചത് ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ 1 മണിക്കൂർ പ്രാർത്ഥിച്ച് ആരാധിച്ച് ആത്മീയമായിട്ടുള്ള നിറവും ചൈതന്യവും സ്വീകരിച്ചിട്ടാണ് പാപങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയിരുന്നത്. ഇപ്പൊ ഈ ചെറിയവരിൽ ഒരാൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കണ്ടുകൊണ്ട് രോഗികളും അവശരുമായിട്ടുള്ള ആളുകളെ യേശുവിനെ അവരിൽ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു. അങ്ങനെയുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നിവിടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് മക്കള് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. മാതാപിതാക്കള് കൂട്ടായ്മയിലും സ്നേഹത്തിലും ജീവിതത്തിന്റെ പരിസമാപ്തി വരെ ജീവിക്കാനുള്ള വിളി വഹിക്കുന്നവരാണ്. ആ വിളിയിലേക്കാണ് സ്വാഗത കൂദാശ സ്വീകരിച്ചപ്പോൾ പരസ്പരം ഒരു കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ സ്നേഹമുള്ളിടത്ത് ജീവിതം ഭാരമില്ല. സ്നേഹത്തോടുകൂടി ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഒന്നിച്ചായിരിക്കാനുള്ള വിളിയാണ് വിവാഹത്തിലേക്കുള്ള വിളി. അപ്പൊ അവരുടെ സ്നേഹ ജീവിതത്തിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് മക്കളെ വളർത്തുകയാണ് അഭികാമ്യം. മനുഷ്യ ജീവിതത്തില് ചിലരൊക്കെ പ്രേമിച്ച് കെട്ടാറുണ്ട്. കല്യാണം കഴിഞ്ഞ് പ്രേമിക്കുന്ന ചിലര് പിന്നീട് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ പ്രേമിക്കുന്നു. പ്രേമിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു ജീവിതകാലം മുഴുവനും സ്നേഹത്തിൽ ഒന്നായിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പരാജയങ്ങൾ നമ്മൾ ചുരുക്കമായിട്ടൊക്കെ കാണുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്.
ഒന്നിച്ച് ജീവിതകാലം മുഴുവനും സുഖദുഃഖങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ രണ്ടു കൂട്ടരും വിവാഹ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹിക്കാനും മക്കളെ വളർത്താനും ഒക്കെ ഒന്നിച്ച് തയ്യാറാകുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ പവിത്രത അത് എന്ന് നിലനിൽക്കുക. മക്കൾ വളർന്നു വരുന്നത് കുടുംബത്തിലാണ് വളർന്നു വരേണ്ടത്. മാതാപിതാക്കളുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലുമാണ് മക്കൾ വളർന്നു വരേണ്ടത്. അവരെ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിശ്വാസ വൈശ്യത്തിന് കൃത്യമായിട്ട് അയക്കുക, ദേവാലയത്തിലേക്ക് പറഞ്ഞയക്കുക, അവരെ ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുക, പ്രാർത്ഥന കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുക, പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുക. ഇതിന്റെ മനോഭാവങ്ങളും രീതികളും ശൈലികളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. നമ്മുടെ ചിന്തകളും മനസ്സുമൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവകൃപയിലായിരിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന പരവിചാരത്തോടുകൂടി അശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നല്ല, നിതാന്ത ജാഗ്രതയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കേണ്ട നിമിഷങ്ങളാണ് പ്രാർത്ഥന. ഇപ്പൊ ദൈവസന്നിധിയിൽ പരവിചാരത്തോടും അശ്രദ്ധയോടും കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അപമാനിക്കലാണോ ചുരുക്കത്തിൽ പറഞ്ഞാല്? കാരണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നിച്ച് ചെന്നിട്ട് പരവിചാരത്തോടും അശ്രദ്ധയോടും ഉറക്കത്തോടും കൂടിയൊക്കെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ക്രമമായിരിക്കുകയില്ല. അപ്പോൾ സംതിങ് ബ്യൂട്ടിഫുൾ ടു ഗോഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കുടുംബം നന്നായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒത്തിരി ത്യാഗങ്ങൾ മാതാപിതാക്കൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. പണ്ട് കാലങ്ങളിൽ ഒത്തിരി മക്കളുണ്ടായിരുന്നു. ഒരു വനിതയെ പറ്റി ഓർമ്മിക്കുക, 8 മക്കളുണ്ടായിരുന്ന ഒരു വനിതാ രത്നം. അവിടെ അവസാനത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ, 8ാമത്തെ ആയിരിക്കും കുഞ്ഞ് ജനിച്ചപ്പോൾ ഉള്ള ഒരു നഴ്സിംഗ് സൂപ്പറുണ്ടായിരുന്നു. അവസാനത്തെ കൊച്ച് ജനിച്ചപ്പോൾ അത് ഉദരത്തിലായിരുന്നപ്പോൾ ഇവൾക്ക് ക്യാൻസർ പിടിപെട്ടു, ഗർഭപാത്ര ക്യാൻസർ. ഇവർക്ക് 2 വഴികളുണ്ട് ജീവൻ രക്ഷിക്കാൻ. ഒന്ന് ആ കൊച്ചിനെ നശിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇവൾ മരിക്കാൻ തയ്യാറാവുക. ഇവൾ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ കുഞ്ഞിനും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓപ്പറേഷന് വിധേയാകാതെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവളുടെ ജീവിതം ഒരു വലിയ ബലിയായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു. സ്നേഹത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ജീവിതം മഹത്തരമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ഒരു ധീര വനിതയാണ്. നമ്മുടെ കേരളത്തിലായിരുന്നു ആ വനിത, മരിച്ചിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ഉണ്ട്. അതുപോലെയുള്ള അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ സ്നേഹനിധികളായ അപ്പന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ അനുമോദിക്കുകയാണ്. ഓരോ കുട്ടി നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ആ കുട്ടിയെ സ്നേഹിക്കുകയും വളർത്തുകയും അതിൻ്റെ വളർച്ചയിൽ സ്വഭാവ രൂപവൽക്കരണത്തിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആളുകൾ നിങ്ങളാണ്. അതുകൊണ്ട് ഇവരെ വളർത്തുന്ന ഇവരെ മനോഹരമായിട്ട് ഇവരെല്ലാം ആനയിച്ച നിങ്ങളെയൊക്കെ അനുമോദിക്കുന്നു. അതുപോലെ പഠിപ്പിച്ച സിസി സിസ്റ്ററിനെയും ഈ വർഷങ്ങളിലൂടെ വേദപാഠ പരിശീലനം നൽകിയ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.